പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നൗഷാദ് അലിയും ഒപ്പം തന്നെ സന്ദീപും ചൂണ്ടിക്കാട്ടിയത്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് CPI തന്നെ നേരത്തെ ബിനോയ് വിശ്വം തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. SFIയെ കുറിച്ച് CPIയുടെ വിമർശനമായിരുന്നു നമ്മൾ കേട്ടത്. ആ വിമർശനത്തിൽ പറയുന്നു ഇടതുപക്ഷത്തിന് അർത്ഥം പോലും SFIക്ക് അറിയില്ല എന്ന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത്. താങ്കൾ ബിനോയ് വിശ്വത്തിന് മറുപടി കൊടുത്തതും നമ്മൾ കേട്ടതാണ്. അപ്പോൾ ബിനോയ് വിശ്വം പോലും ഈ പ്രചരണത്തിൻ്റെ ഈ വലിയ പ്രളയത്തിൽ വീണുപോയി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? താങ്കൾ ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. അതൊന്നുകൂടി വ്യക്തമാക്കിയല്ലെന്നായിരുന്നു. അതൊന്ന്. രണ്ട്, സന്ദീപിൻ്റെയും നൗഷാദ് അലിയുടെയും വിമർശനങ്ങൾക്കുള്ള മറുപടി. അല്ല, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിനോയ് വിശ്വത്തിലേക്ക് നിങ്ങൾ അധികം വലിച്ചിഴക്കാൻ നിൽക്കണ്ട. അത് സ്വാഭാവികമായും ഇടതുപക്ഷത്തെ ഐക്യത്തെ ബാധിക്കുന്ന വിധം ഞങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായതിന് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അതിന് നിന്ന് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടെ ഉന്നയിച്ചു ഭരണവിരുദ്ധ വികാരം. ഭരിക്കുന്നൊരു പാർട്ടിയെ സംബന്ധിച്ച് വിമർശനങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടാകുമല്ലോ, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിലല്ലല്ലോ ഈ ചർച്ച നടക്കുന്നത്. ഞാനത് ചർച്ച ചെയ്യാം, പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഇവിടുത്തെ ഭരണവും കേന്ദ്ര ഭരണവും നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് ഗോൾ പോസ്റ്റ് മാറ്റിവെക്കരുത്. എന്തായിരുന്നു ഇവിടെ വെച്ച ഗോൾ പോസ്റ്റ്? ഇവിടെ വെച്ച പ്രശ്നം, ഇവിടെ തെറ്റായ പ്രചരണങ്ങൾ കൊണ്ടുവരുന്നു. ആ പ്രചരണങ്ങൾ ഉള്ളി തൊലിച്ചു പോകുന്നത് പോലെ അങ്ങ് തൊലി മാറ്റിക്കൊണ്ടു പോയാൽ, തോല് ഉരിച്ചു പോയാൽ ഒന്നുമില്ല, കഥയൊന്നുമില്ല, വസ്തുതയില്ല. അങ്ങനെ കുറേ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അതിലേതെങ്കിലും ഒരു ഉദാഹരണം തെറ്റാണ് എന്ന്, അത് അരുൺ വെച്ചതോ ഞാൻ വെച്ചതായ ഉദാഹരണം തെറ്റാണ് എന്ന് പറയാൻ ഇരുകൂട്ടർക്കും സാധിക്കുന്നുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇനി ഇതിലേക്ക് വരാം. ഗവൺമെൻറ് വിരുദ്ധ വികാരം എന്ന് പറയുന്നു. നിങ്ങൾ ഏത് ഗവൺമെൻറ്റുകളെയാണ് താരതമ്യം ചെയ്യുന്നത്? വളരെ രസകരമായൊരു കാര്യമുണ്ട്. സഖാവ് കാനം രാജേന്ദ്രൻ, സഖാവ് കാനം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വളരെ ഗംഭീരമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പറയുകയാണ് രണ്ടാം പിണറായി സർക്കാർ മോശമാണ്, ഒന്നാം പിണറായി സർക്കാർ ഗംഭീരമായിരുന്നുവെന്ന്. ഒന്നാം പിണറായി സർക്കാർ ഗംഭീരമായിരുന്നുവെന്ന് ആ കാലയളവിൽ ഇവരാരും പറഞ്ഞതായി നമ്മൾ കേട്ടില്ലല്ലോ എന്ന് സഖാവ് കാനം പറയുന്നുണ്ട്. ഇന്ന് രണ്ടാം പിണറായി സർക്കാർ മോശമാണെന്നും അതിലെ മന്ത്രിമാർ മോശമാണെന്നും ഒന്നാം പിണറായി സർക്കാരും അതിലെ മന്ത്രിമാരും ഗംഭീരമാണെന്നും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നവർ അന്നത് പറഞ്ഞതേയില്ല. അന്ന് സർക്കാർ വിരുദ്ധ വികാരമുണ്ടെന്നും സർക്കാർ മഹാകുഴപ്പമാണെന്നും ആ ഗവൺമെൻറ്റിലെ മന്ത്രിമാരാകെ മോശമാണെന്നും മുഖ്യമന്ത്രി അതിലേറെ മോശമാണെന്നും കണക്ക് പുറത്തെന്ന് പറഞ്ഞ മഹാ അപരാധിയാണെന്നും പറഞ്ഞായിരുന്നില്ലേ നിങ്ങളുടെ പ്രചരണം? അതായിരുന്നില്ലേ പ്രചരണം? ഇപ്പോൾ പറയുന്നു അന്നെല്ലാം കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ എന്താ സാറേ അന്ന് പറയാത്തത്? ഇനി ഓരോ വിഷയത്തിലേക്ക് വാ. എന്താണ് കേരളത്തെ ഞാൻ ഒരു കാര്യം, ഞാൻ കൂടുതൽ കണക്കുകളിലേക്കൊന്നും പോയി സമയം കളയാൻ നിൽക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. 21 ഞങ്ങൾക്ക് തുടർഭരണം കിട്ടി. ഞങ്ങൾക്ക് തുടർഭരണം കിട്ടിയതിനെ വളരെ കൃത്യമായി അസസ് ചെയ്ത നേതാവ് അത് O രാജഗോപാലാണ്. O രാജഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു: നമ്മളെല്ലാവരും വിവാദങ്ങളുടെ പുറകെ പോയി, സർക്കാർ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും പുറകെ പോയി, ജനം അതിന് ഒപ്പം നിന്ന് വോട്ട് ചെയ്തു. ഇത് O രാജഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ വികസനത്തിൻ്റെയും ക്ഷേമവും നന്നായി നടപ്പിലാക്കിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ജനം കണ്ടു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന്. ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻപിള്ള ഇത് ഗവർണറാണ്. അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്താ? പ്രകടന പത്രികയിൽ പലതും പറയും, പക്ഷേ പ്രകടന പത്രിക പറയുന്നത് മാത്രമേ ഉള്ളൂ, നടപ്പിലാക്കാനുള്ളതല്ല. ശ്രീധരൻപിള്ളയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ആ പ്രകടന പത്രികയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് മാറ്റി ഞങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കി. കൃത്യമായ കാലയളവിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഞങ്ങൾ വികസനവും ക്ഷേമവും ഫലപ്രദമായി നടപ്പിലാക്കി. വികസനവും ക്ഷേമവും നടപ്പിലാക്കിയപ്പോൾ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വന്നു. രണ്ടാം പിണറായി സർക്കാർ തുടർ ഭരണത്തിലേക്ക് വന്നു. അപ്പോഴെന്താ ചെയ്തേ? വികസനവും ക്ഷേമവും മാറണം, വികസനവും ക്ഷേമവും നടക്കരുത്. നടന്നാൽ മൂന്നാം ഭരണത്തിലേക്ക് പോകും. വികസനവും ക്ഷേമവും മുടങ്ങണമെങ്കിലോ പണം ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത് കുറയണം, നമ്മളെ ബുദ്ധിമുട്ടിക്കണം. ഇതല്ലേ സംഭവിച്ചത്? അതിനു നിങ്ങൾ എന്തെല്ലാം വഴി കണ്ടെത്തി? ഇപ്പോൾ ക്ഷേമ പെൻഷനിലേക്ക് വാ, ഞങ്ങൾ കമ്പനി ഉണ്ടാക്കി. കിഫ്ബി ഞങ്ങൾ കമ്പനി ഉണ്ടാക്കി. അങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെ ബഡ്ജറ്റിനപ്പുറത്ത് വിഭവസമാഹരണം നടത്തി ക്ഷേമം, അതോടൊപ്പം തന്നെ വികസനം ഉറപ്പാക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചു. പക്ഷേ അതെല്ലാം സംസ്ഥാനത്തിന്റെ കടബാധ്യതയെ വന്നില്ലേ റഹീം? അതാണ് നൗഷാദ് അലിയും സന്ദീപും ചോദിക്കുന്നത്. അങ്ങ് കേൾക്കൂ, കടമില്ലാതിരുന്നൊരു കാലമുണ്ടോ? ഞാൻ നൗഷാദ് അലിയെ ഒരു അല്പം പുറകിലോട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നൗഷാദ് അലി ഈ ഗവൺമെൻറ്റിനോട് താരതമ്യം ചെയ്യേണ്ട, കേരളം ഭരിച്ച UDF ഗവൺമെൻറ്റുകളെ താരതമ്യം ചെയ്യുക. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം, ഒരു വിശുദ്ധ വചനം പറയാം. എന്താണ് വചനം? സർക്കാർ ഹോസ്പിറ്റലിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്ത് മരണം വരെ സർക്കാരിൻ്റെ പെൻഷൻ പറ്റുന്ന ഏർപ്പാടിനി കേരളത്തിൽ നടക്കില്ല. വിശുദ്ധ വചനം. ആരുടെ വചനം? സാക്ഷാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വചനം. കയ്പ് കഷായം കുടിക്കണം, ഉടുമുണ്ട് മുറുക്കി ഉടുക്കണം, ഖജനാവ് കാലിയായി. ആരുടെ വചനം? ശ്രീ AK ആന്റണിയുടെ വചനം. കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു ഫെഡറൽ തത്വങ്ങൾ ഇതുപോലൊരു ഗവൺമെൻറ് എന്നില്ല. ഏത് BJP ഗവൺമെൻറ് അല്ല. ഇതുപോലെ വേട്ടയാടലില്ല.
കോവിഡില്ല, പ്രളയമില്ല, ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയില്ല, റബ്ബറിൻ്റെ ഇത്ര വിലയൊന്നും ഇടിഞ്ഞിട്ടില്ല. അങ്ങനെ കേരളം സുശക്തമായി നിൽക്കുന്ന കാലത്ത് കയ്പ് കഷായം കുടിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണിത്. ഒരു നിമിഷം എനിക്ക് വളരെ പെട്ടെന്ന് മറുപടി എടുക്കണം. അതുകൊണ്ടാണ് ഒരു നിമിഷം വഴങ്ങണം റഹീം. നൗഷാദ് അലി മറുപടി നടക്കില്ല എന്ന് തിയറി പറഞ്ഞ ആളാണ് നൗഷാദ് അലി മറുപടി. UDF-ന്റെ കൺവീനർ. ഒരു നിമിഷം ഒരു നിമിഷം റഹീം വഴങ്ങണം. നൗഷാദ് അലി. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പൊ ഈ റഹീമൊക്കെ പറയുന്ന ഈ കാലത്തിൻ്റെ കുറേ മുമ്പ് സഖാവ് EMS 967 കേരളം ഭരിച്ചപ്പോൾ മന്ത്രിമാരുടെ ശമ്പളം വെട്ടിക്കുറച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ. അപ്പോൾ ഇതൊന്നും 2001 കാര്യമോ 2011 കാര്യമൊന്നുമല്ല റഹീമെ. സാമ്പത്തികമായിട്ട് മിതവ്യയം പാലിക്കാൻ മഹാരഥന്മാരായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ EMS ഉണ്ട്, അതിൽ AK ആന്റണി ഉണ്ട്, അതിൽ ഉമ്മൻചാണ്ടി ഉണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരും മന്ത്രിമാരുടെ ശമ്പളവുമെല്ലാം ഈ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി സംഭാവന ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമിറക്കിയിരുന്നു. അന്ന് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? അല്ല, ഈ 2001 AK ആന്റണി കയ്പ് കഷായം കുടിക്കാൻ പറഞ്ഞപ്പോൾ CPM-ന്റെ നിലപാട് എന്തായിരുന്നു? അവർ സെക്രട്ടേറിയറ്റ് വളയായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി മുണ്ടുമുറുക്കാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു CPM-ന്റെ നിലപാട്? അതെന്താ ചോദിക്കാത്തത്? EMS-ന്റെ കാലം തൊട്ട് ശീലിക്കാൻ എല്ലാ മുഖ്യമന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുഖ്യമന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. പ്രളയത്തിന്റെയും കോവിഡിന്റെയും ഗുണഭോക്താക്കളാണ് ഈ രണ്ടാമത്തെ പിണറായി വിജയൻ ഗവൺമെന്റ്. ഞങ്ങളാരും എവിടെയും ഒന്നാം പിണറായി ഗവൺമെന്റ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വയം തന്നെ ചില വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ പുറത്ത് ചർച്ച നടത്തി രണ്ടാം പിണറായി സർക്കാരിനെ വെള്ളപൂശുന്ന ഈ അഭ്യാസമൊക്കെ കാണുന്നവരിൽ ചിരിയുണർത്തും. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഒന്നാം പിണറായി സർക്കാർ നന്നായിരുന്നു എന്ന്. ഒന്നാം പിണറായി സർക്കാർ ചീഞ്ഞളിഞ്ഞതായിരുന്നു, ഇത് ദുർഗന്ധം വമിപ്പിക്കുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ദുർഗന്ധത്തിന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾ മറുപടി നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ CPM-ന്റെ സർക്കാരുകളെ സംബന്ധിച്ച് CPM-ന്റെ നടപ്പ് സർക്കാർ ഈ പറഞ്ഞ ബിനോയ് വിശ്വത്തെയും CPI-യെയും ഒന്ന് തിരുത്തട്ടെ. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കേണ്ട റവന്യൂ വിഹിതവും ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിട്ടുണ്ട്. ധനകാര്യ ധനകമ്മീഷന്റെ വിഹിതം കൊടുത്തിട്ടുണ്ട്. കടം പരിധി വിട്ട് ഉയർത്തി കൊണ്ടുപോകുന്ന കാര്യം മാത്രമേ അവർ തടുത്തിട്ടുള്ളൂ, എതിർത്തിട്ടുള്ളൂ. കണ്ടമാനം കടം വാങ്ങി മുന്നോട്ട് പോകാനുള്ള ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ പറഞ്ഞ പ്രയാണത്തിന് ചില ബെഞ്ച് മാർക്കുകൾ വെച്ചിട്ടുണ്ട്. ചോദ്യമാണ്. Debate with Arun Kumar.